നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര പാറേക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് സിറ്റിയുടെ ലേഡീസ് സർക്കിളിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപൂർവ ഗാന്ധി ചിത്രങ്ങളുടെ പ്രദർശനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര പാറേക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. പാറേക്കാട്ടുകരയിലെ കിടക്ക നിർമ്മാണശാലയിലേക്ക് നിർമ്മാണ സാമഗ്രികളുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടം. ഇലക്ട്രിക് ലൈനിൽ തട്ടിയതിനെ തുടർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് പ്രാഥമിക വിവരം. കൊടകര സഹൃദയ കോളേജിന് സമീപത്ത് വെച്ച് ലോറിയുടെ പുറകുവശത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് പുറകെ വന്ന ബൈക്ക് യാത്രക്കാരൻ ലോറി ഡ്രൈവറെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഡ്രൈവർ ഭാഗ്യരാജ് വീടുകൾ കുറവുള്ള ഭാഗത്ത് ലോറി നിർത്തി. ചാലക്കുടിയിൽ നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ആളൂർ പോലീസും സ്ഥലത്തെത്തി. ലോറിയിലുണ്ടായിരുന്ന 45 ബണ്ടിൽ നിർമ്മാണ സാമഗ്രികളിൽ 27 ബണ്ടിൽ കത്തി നശിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് പേരാമ്പ്ര സിറ്റിയുടെ ലേഡീസ് സർക്കിളിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 6 മണിക്ക് ലയൺസ് ക്ലബ്ബിന്റെ ജില്ലയിലെ ആദ്യ വനിതയും ക്യാബിനറ്റ് സെക്രട്ടറിയുമായ രാധിക ജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. വനിതാ ശാക്തീകരണം എന്ന വിഷയത്തിൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് R ഉദയകൃഷ്ണൻ ക്ലാസ് നയിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പേരാമ്പ്ര, വട്ടേക്കാട് എന്നിവിടങ്ങളിലെ വിദ്യാലയങ്ങളിൽ സാനിറ്ററി നാപ്കിൻ ഇൻസിനേറ്റർ സ്ഥാപിക്കൽ, പേരാമ്പ്ര പ്രദേശത്തെ 20 കുടുംബങ്ങൾക്ക് ഓണക്കോടി വാങ്ങുന്നതിനായുള്ള ധനസഹായ വിതരണം, വനിതകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സൂംബ പരിശീലനം തുടങ്ങിയ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് രസിത ജോയ്സൺ, സെക്രട്ടറി സോഫി എബ്രഹാം പാലാട്ടി, ട്രഷറർ മേരി ജോൺസ്, ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ജോയ്സൺ കീരിയത്ത്, സെക്രട്ടറി ജോണി മാഞ്ഞാങ്ങ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. അവർ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായിട്ടാണ് വിമൺ എൻഹാൻസ്മെൻറ്റ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ചെയ്യുന്നത്. ആ ലേഡിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രോജക്റ്റ്. ഈ ലേഡീസ് സർക്കിൾ ഇനാഗ്രേഷൻ ചെയ്യുന്നവരാണ്. അതിനോടനുബന്ധിച്ച് നിരവധി പ്രവർത്തനങ്ങൾ വനിതകളുടെ ഭാഗമായിട്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ സഹായം അർഹിക്കുന്നവർക്ക് കൈകളിലേക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രോജക്റ്റുകൾ ഇവിടുത്തെ നാട്ടിലെ വനിതകൾ, നമ്മുടെ ക്ലബിൻ്റെ ആളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സർക്കിള് ഈ വരുന്ന ഞായറാഴ്ച 17-ാം തീയതി, ഓഗസ്റ്റ് 17-ാം തീയതി 6 മണിക്ക് നമ്മൾ ഇനാഗ്രേഷൻ നടത്താണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ലേഡി ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റിലെ ഫസ്റ്റ് ലേഡി ആയിട്ടുള്ള രാധിക ജയകൃഷ്ണൻ PMJF ആണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ ലേഡീസ് ശാസ്ത്രീകരണം വളരെ ഭംഗിയായി നടത്തിക്കൊണ്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. ഞങ്ങളുടെ ലേഡീസ് മെമ്പേഴ്സ് ഞങ്ങളോടൊത്തുണ്ട്. അവർ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ എല്ലാ സഹായം. ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മാളയിൽ നിന്നും തൃശ്ശൂരിലേക്ക് പോയിരുന്ന KSRTCയുടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനാണ് തീപിടിച്ചത്. രാവിലെ 8:30 ആളൂർ കിണർ സ്റ്റോപ്പിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം. ബസ്സിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നും പുക ഉയരുകയായിരുന്നു. ഉടനെ ബസ് നിർത്തി യാത്രക്കാരെ ഇറക്കി. ഈ സമയം ബസ്സിൻ്റെ ഹൈഡ്രോളിക് ഡോർ തുറക്കാതിരുന്നതും യാത്രക്കാർക്ക് പരിഭ്രാന്തിക്കിടയാക്കി. മാളയിൽ നിന്നും അഗ്നിരക്ഷാസേനയും ആളൂർ പോലീസും സ്ഥലത്തെത്തി. പെട്ടെന്നൊരു പുക വന്ന് ഷോർട്ട് സർക്യൂട്ടാണ് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ജസ്റ്റ് പുക വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ച് ഡോറും ഒന്ന് ജാമായി പോയെന്ന് തോന്നുന്നു. എല്ലാവരും കറക്റ്റായിട്ട് നമ്മൾ
ജനാലയിൽ കൂടെ താഴെ ഇറക്കി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊടകര ഗവൺമെൻറ് LP സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ 12:30 വരെയാണ് ക്യാമ്പ് നടത്തുന്നത്. 166ാമത്തെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പാണ് നടത്തുന്നത്. എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച ഇവിടെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ KK വെങ്കടാചലം, P രാധാകൃഷ്ണൻ, K സഞ്ജീവ് മേനോൻ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. അപ്പോൾ മനക്കുളങ്ങര ലയൺസ് ക്ലബിൻ്റെ 166ാമത്തെ ക്യാമ്പാണ് ഈ ഞായറാഴ്ച വരുന്നത്. പതിവ് പോലെ നമ്മുടെ കൊടകര LP സ്കൂളിൽ കാലത്ത് 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. അപ്പോൾ ഇതുവരെയുള്ള ക്യാമ്പുകളിലായിട്ട് 165 ക്യാമ്പുകളിലായിട്ട് നമ്മൾ 13,290 പേരെ പരിശോധിക്കുകയും 5,747 പേര് അവരുടെ തിമിര ശസ്ത്രക്രിയ നടത്തി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അഹല്യ കണ്ണാശുപത്രിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബ് ഈ ഒരു പ്രോജക്റ്റ് നടത്തുന്നത്. കാലത്ത് 9 മണി മുതൽ ഉച്ചയ്ക്ക് 12. കൊടകര കനകമലയിൽ വനത്തിൽ മല ഇടിഞ്ഞതായും ഉരുൾപൊട്ടിയതായും വ്യാഴാഴ്ച വാർത്ത വരുന്നു. വനത്തിൽ നിന്നും മഴയത്ത് വെള്ളം കലങ്ങി മറിഞ്ഞു എത്തിയതാണ് വാർത്തയ്ക്ക് കാരണം. എന്നാൽ ഉരുൾപൊട്ടിയതോ മല ഇടിഞ്ഞതോ അല്ല, മറിച്ച് വനത്തിനോട് ചേർന്നുള്ള പാറമടക്കാർ മാറ്റിയിട്ട മണ്ണ് മഴയിൽ ഒലിച്ചിറങ്ങിയതാണ് ഉരുൾപൊട്ടലെന്ന് തോന്നിപ്പിച്ചത് എന്ന് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പറഞ്ഞു. തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങൾ ജില്ലാ കളക്ടർ വിലയിരുത്തി. തൃശൂർ ജില്ലയിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു പതാക ഉയർത്തും. തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് രാവിലെ 8:30 പരേഡോടെ തുടക്കമാകും. ആംഡ് റിസർവ് പോലീസ്, സിറ്റി ലോക്കൽ മെൻ, റൂറൽ ലോക്കൽ മെൻ, സിറ്റി റൂറൽ ലോക്കൽ വുമൺ, എക്സൈസ്, ഫോറസ്റ്റ് സിവിൽ ഡിഫൻസ്, 23K NCC, 24K NCC, 7K NCC, SPC സിറ്റി ബോയ്സ്, SPC റൂറൽ ബോയ്സ്, SPC സിറ്റി ഗേൾസ്, SPC റൂറൽ ഗേൾസ് എന്നീ വിഭാഗങ്ങളുടെ പരേഡ് നടക്കും. തൃശൂർ തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ പ്രത്യേകം തയ്യാറാക്കുന്ന പരേഡ് ഗ്രൗണ്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. കാലാവസ്ഥ പ്രതികൂലമാകുന്ന സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട സജ്ജീകരണങ്ങളും മുന്നൊരുക്ക പ്രവർത്തനങ്ങളും വിലയിരുത്തി. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, അസിസ്റ്റന്റ് കളക്ടർ സ്വാതി മോഹൻ റാത്തോഡ്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ കളക്ടറോടൊപ്പം ഉണ്ടായിരുന്നു. അപൂർവ ഗാന്ധി ചിത്രങ്ങളുടെ പ്രദർശനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി അയ്യന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ മഹാത്മാഗാന്ധിയുടെ അപൂർവ ചിത്രശേഖരത്തിന്റെ പ്രദർശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനും ഗാന്ധി ദർശൻ പീസ് ഫൗണ്ടേഷൻ പ്രചാരകനുമായ MS ഗോവിന്ദൻകുട്ടി മാസ്റ്ററുടെ ശേഖരത്തിലെ ഗാന്ധിജിയുടെ കുട്ടിക്കാലം മുതൽ മരണം വരെയുള്ള ചിത്രങ്ങളും ഗാന്ധി സ്റ്റാമ്പുകളും ഉൾപ്പെട്ടതായിരുന്നു പ്രദർശനം. കോർപ്പറേഷൻ വാർഡ് കൗൺസിലർ N പ്രസാദ്, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ, ഗാന്ധി ദർശൻ സെക്രട്ടറിയും ദേശീയ അധ്യാപക അവാർഡ് ജേതാവുമായ PJ കുര്യൻ മാസ്റ്റർ, CS മധുസൂദനൻ മാസ്റ്റർ, ഗവൺമെൻറ് LPU സ്കൂൾ ഹെഡ് മാസ്റ്റർ TM കമറുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഹെഡ് മാസ്റ്റർ CS രാജു, സാമൂഹ്യശാസ്ത്രം കൺവീനർ TT സൈജൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചിത്രശേഖരത്തിന്റെ പ്രദർശനം ഒരുക്കിയത്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,290 രൂപ, പവന് 74,320 രൂപ. നിലാവിനെ വെള്ളം ചാരുതയാ
പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര പാറേക്കാട്ടുകരയിൽ ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. പേരാമ്പ്ര ലയൺസ് ക്ലബ്ബ് സിറ്റിയുടെ ലേഡീസ് സർക്കിളിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആളൂരിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും മനക്കുളങ്ങര ലയൺസ് ക്ലബ്ബും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് ഞായറാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അപൂർവ ഗാന്ധി ചിത്രങ്ങളുടെ പ്രദർശനം ജില്ലാ കളക്ടർ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.